കന്യാസ്ത്രീകൾക്കൊപ്പം അറസ്റ്റിലായി ദുർഗ് ജയിലിലുണ്ടായിരുന്ന നാരായൺപൂരിലെ 19-കാരനും മോചിതനായി. മർക്കബഡ ഹജിമേറ്റ സ്വദേശി സുഖുമാൻ മാണ്ഡവിക്കാണ് ജാമ്യം ലഭിച്ചത്. ജയിൽ മോചിതനായ യുവാവ് നാട്ടിലേക്ക് പോയെന്ന് റായ്പൂർ അതിരൂപത വക്താവ് ഫാദർ സെബാസ്റ്റ്യൻ പൂമറ്റം റിപ്പോർട്ടറിനോട് പറഞ്ഞു. മുബഷപ്പി അക്ബർ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി. ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സമയത്ത് കന്യാസ്ത്രീകളോടൊപ്പം ആ മേഖലയിലുണ്ടായിരുന്ന 19 വയസ്സുള്ള ഒരു യുവാവുമുണ്ടായിരുന്നു. മനുഷ്യക്കടത്തിന് യുവാവ് കൂട്ടുനിന്നു ആരോപിച്ചുകൊണ്ടുള്ള കുറ്റകൃത്യങ്ങളും യുവാവിനെതിരെ ചുമത്തിയിരുന്നു. ഇന്നിപ്പോൾ കോടതി കേസ് പരിഗണിച്ചിരുന്ന സമയത്ത് NIA കോടതിയിൽ നിന്നും ഈ യുവാവിനും ബിലാസ്പൂരിലെ NIA കോടതിയിൽ നിന്നും ഈ 19-കാരനും ജാമ്യം ലഭിച്ചിട്ടുണ്ട്. കന്യാസ്ത്രീകളുടെ ജാമ്യത്തോടൊപ്പം തന്നെ ഒരു കുട്ടിക്കും ജാമ്യം ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ കന്യാസ്ത്രീകളോടൊപ്പം ഈ 19-കാരനും ജയിൽ മോചിതനാകാൻ സാധിച്ചു എന്നുള്ളതാണ്. നിയമ നടപടികൾക്ക് നേതൃത്വം കൊടുത്ത റായ്പൂർ അതിരൂപതയുടെ വക്താവ് ഫാദർ സെബാസ്റ്റ്യൻ പൂമറ്റം ഈ ഘട്ടത്തിൽ ചേരുന്നുണ്ട്. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് നമ്മൾ അറിഞ്ഞു, വാർത്ത കൊടുത്തു, ജയിൽ മോചിതരായത് നമ്മൾ കണ്ടു. ഈ പയ്യൻ്റെ ഒരു വിഷയം പിന്നീട് എന്താണ് സംഭവിച്ചത്? ഈ പയ്യൻ്റെ പേരെന്തായിരുന്നു ഫാദർ? ഈ പയ്യൻ്റെ പേര് സുഖ്മൻ എന്നായിരുന്നു. ഈ പയ്യനും സിസ്റ്റേഴ്സിൻ്റെയും 3 പേരുടെയും കൂടി ഒരു FIR ഉണ്ടായിരുന്നുള്ളൂ. ഒരു കേസാണ്, വേറെ കേസില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ കേസ് കോർട്ടിൽ ഇത് നടപടി നടന്നപ്പോൾ ഇത് 3 പേരുടെയും കൂടെ ഒന്നിച്ചുള്ള ഹിയറിംഗ് ആയിരുന്നു, ഒന്നിച്ചുള്ള ജാമ്യം അനുവദിച്ചത് ഒന്നിച്ച് തന്നെ. അപ്പോൾ നേരത്തെ കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയിരുന്ന കുറ്റങ്ങളിൽ മതപരിവർത്തനം ആരോപിച്ചിരുന്നു, മനുഷ്യക്കടത്ത് ആരോപിച്ചിരുന്നു. അപ്പോൾ ഈ പയ്യനെതിരെ എന്തായിരുന്നു കുറ്റകൃത്യം അവർ പറഞ്ഞു? പയ്യനുള്ള കുറ്റകൃത്യം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പയ്യനെ ഒരു ഏജൻ്റായിട്ടാണ് കണക്കാക്കിയത്. മാനവക്കടത്തിന് വേണ്ടി കൂട്ടി നിൽക്കുന്ന ഒരു ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ പെൺപിള്ളേർ ഇവിടെ കൊണ്ടുവരിക എന്നും പറഞ്ഞ് അവരിത് പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇവന് പല പ്രാവശ്യം ഇങ്ങനെ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞ് അവൻ്റെ പേരിൽ കുറ്റം ചുമത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് കന്യാസ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടത്തിൻ്റെ കൂടെ ഈ പയ്യനെയും ജയിലിൽ നിന്ന് ഇറക്കാനുള്ള നിയമ പോരാട്ടം അതിരൂപത നടത്തിയിരുന്നു. അത് ഫലം കണ്ടു. ഇന്ന് പയ്യന് ജയിൽ മോചിതനാകാൻ സാധിച്ചിട്ടുണ്ടല്ലേ? പയ്യൻ നാട്ടിലോട്ട് പോയിട്ടുണ്ട്. അവൻ തിരിച്ച് അവൻ്റെ വീട്ടിലോട്ട് നിന്ന് പോകും. അവൻ്റെ വീട് അവൻ നാരായൺപൂർ എന്നുള്ളതാണ്. അവൻ നാരായൺപൂരിലോട്ട് തിരിച്ചിന്ന് പോകും. എന്തായാലും ഇക്കാര്യത്തിലൊരു വ്യക്തത കൈവന്നിരിക്കുന്നു. നേരത്തെ കന്യാസ്ത്രീകളോടൊപ്പം ഇപ്പോൾ ബഷീറാണ് ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. എന്തായാലും റായ്പൂർ അതിരൂപത വക്താവ് ഫാദർ സെബാസ്റ്റ്യൻ പൂമറ്റമാണ് നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചത്. സുഖുമാൻ മാണ്ഡവ് എന്നായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ പേര്. നമ്മൾ കന്യാസ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ പറയാതെ പോയ പേരുകളിലൊന്നാണ് സുഖുമാൻ മാണ്ഡവിൻ്റേത്. സുഖുമാൻ മാണ്ഡവ് ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട യുവാവാണ്. ആ യുവാവിനെയും 9 ദിവസമായി ജയിലിലടച്ചിരുന്നു. ജാമ്യം കിട്ടിയതോടുകൂടി സുഖുമാൻ മാണ്ഡവ് സ്വന്തം നാട്ടിലേക്കും തിരിച്ചുപോയി.